ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്താണ് ഇതിൽ കാണുന്നത്? നമ്മളുടെ എല്ലാവരുടെയും സ്വപ്നഭൂമിയായ ഹോളിവുഡ്. കാലിഫോർണിയയിൽ നിന്നെടുത്ത ഏത് സിനിമ കാണുമ്പോഴും കാലിഫോർണിയ എന്നെഴുതുന്നതിന് പകരം ഹോളിവുഡ് എന്ന് കണ്ടാൽ നമുക്കറിയാം അത് LAയിലാണ് അതിൻ്റെ ചിത്രീകരണം നടന്നിട്ടുള്ളത്. അപ്പം ഹോളിവുഡ് ആ പ്രദേശത്താണ് ഞാനിപ്പോൾ ഉള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് എനിക്ക് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ലോസ് ആഞ്ചലസിലെ ഞങ്ങളുടെ 4ാമത്തെ ദിവസമാണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് ഹോളിവുഡ് സൈനേജ് കാണാനായിട്ടാണ്. നമ്മളുടെ ഫ്രണ്ടിലുള്ള അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള ആ വ്യൂ ഒക്കെ കണ്ടല്ലോ. ഈ ഹോളിവുഡ് സൈനേജിന്റെ ഹിസ്റ്ററി പറഞ്ഞാൽ 1920 ഈ മലമുകളിൽ ഒരു റിയൽ എസ്റ്റേറ്റിന് വേണ്ടിയിട്ട് സ്ഥാപിച്ച സൈനേജ് ആയിരുന്നു ഇത്. അത് കഴിഞ്ഞിട്ട് 1970 ഇതിനെ ഒന്ന് റിനോവേറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ ലോകത്തിൻ്റെ തന്നെ ഹോളിവുഡ് സിനിമയുടെ ഒരു സൈനേജായിട്ട് ഇത് മാറി. ആക്ച്വലി ഈ സിനിമ ഷൂട്ടിങ്ങും എല്ലാം പണ്ട് നടന്നുകൊണ്ടിരുന്നത് ന്യൂയോർക്കിലായിരുന്നു. അപ്പം ഈ തിരക്കും എല്ലാം താങ്ങാനുള്ള ഒരു ഇത് ആ ന്യൂയോർക്ക് സിറ്റിയിൽ ഇല്ല, അതിനുള്ള വലിപ്പമില്ല. അവിടെ എപ്പോഴും ബ്ലോക്കിങ്ങും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരുന്നത് കൊണ്ട് ഗ്രാജ്വലി ഇവർ ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം കാലിഫോർണിയയിലുള്ള ലോസ് ആഞ്ചലസിലേക്ക് മാറ്റി. ഇപ്പോൾ അത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോളിവുഡ് സിനിമയുടെ എല്ലാ സംഗതികളും നടക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറി. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ജനങ്ങൾ ഈ ഹോളിവുഡ് സൈനേജ് കാണാൻ വേണ്ടി മാത്രമായിട്ട് ഇവിടെ വരും. ഇത് ഭയങ്കര ഒരു നീറ്റിലും ഒരു വൃത്തിയിലും ഒന്നുമല്ല ചെയ്തേക്കുന്നത്. പക്ഷേ അവർ ആ കണ്ടതൊന്നും ഇത് മാറി നിൽക്കുന്നത്. പക്ഷേ അവർ അതിനെ പ്രിസേർവ് ചെയ്യണം. അതുപോലെ തന്നെ ആ ഒരു മോണിമെൻ്റ് പോലെ അവരത് പ്രിസേർവ് ചെയ്യുക. അവർക്ക് എത്രയോ ഭംഗിയിലൊക്കെ അത് ചെയ്യാം. പക്ഷേ അതിലല്ല അവർ കാര്യം കാണുന്നത്. അവരാ പഴയ അതേപോലെ അത് പ്രിസേർവ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ സൈനേജാണ് കാണുന്നത്. അതിൻ്റെ ചുറ്റുപാടും കണ്ടില്ലേ, ശരിക്കും ഒരു ഫോറസ്റ്റാണ്. ഇതിൻ്റെ താഴ്വാരത്തിലുള്ള ബ്ലേവറി